ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തെ കേന്ദ്രമാക്കി ഈ സംഘം നടത്തിയ കൊള്ള ഒരു പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല. ഈ പോറ്റിക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു ഉപകരണം മാത്രമാണ് പോറ്റി എന്ന് വ്യക്തം. ഇതെങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തും? അത് വഴിയേ അറിഞ്ഞോളൂ. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ആയാലും അതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ക്രൈംബ്രാഞ്ച് ആയാലും ഒന്നും തന്നെ ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൽ പൂർത്തീകരണം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കോർട്ട് മോണിറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടാകണം. പക്ഷേ അതിന് ഇതിലുള്ള ഒരു പാർട്ടി അല്ലാത്ത ഒരു ന്യൂട്രൽ ഏജൻസി എന്ന നിലയ്ക്ക് CBI തന്നെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ പക്ഷം. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ മടിയിൽ കനമുള്ള ആൾക്കാർ മാത്രം വഴിയിൽ പേടിച്ചാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പേടിക്കാനൊന്നുമില്ല എങ്കിൽ അത് CBI ഇങ്ങോട്ട് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. പണ്ട് കത്തയച്ച ഒരു പതിവ് അല്ലെങ്കിൽ ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഒരു തലത്തിൽ സ്വർണ്ണക്കടത്തായിരുന്നു, ഇതും സ്വർണ്ണക്കടത്താണ് എന്നുള്ള ഒരു സാമ്യമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആ നിലപാട് കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒന്നുമല്ല സത്യമെങ്കിൽ സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കേവലം 2 കൊല്ലം കൊണ്ട് സ്വർണ്ണത്തിനെ ചെമ്പാക്കി മാറ്റാമെന്ന് തെളിയിച്ചതിന് കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറിനും കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം കൊടുക്കണം. കാരണം അതല്ലാതെ മറ്റെന്ത് കാര്യം അവിടെ നടന്നിരിക്കുന്നത്? അപ്പോൾ അത് രസതന്ത്രത്തിന്റെ വിഭാഗമല്ലേ? നോക്കൂ, ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനി ബാക്കിയുണ്ട്. എത്ര സ്വർണ്ണമാണ് ഇനി ബാക്കി എന്നുള്ളത് അറിയണം. വിജയമല്യ കൊടുത്തിരിക്കുന്നത് 30 കിലോഗ്രാം സ്വർണ്ണമാണ്. സ്വർണ്ണ നിറത്തിൽ നമ്മൾ അന്ന് മുതൽ കണ്ടിരിക്കുന്ന ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്നത് എല്ലാം തന്നെ ചെമ്പാണ് എന്ന് ദേവസ്വം ബോർഡ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നു. അതിന് ഏകദേശം ഒരു 5 കിലോ സ്വർണം അതിൽ കയറണം എന്നാണ് വിജയമല്യയ്ക്ക് വേണ്ടി മേൽനോട്ടം വഹിച്ച നമ്മളോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്ന ശ്രീ സെന്തിൽനാഥൻ പറയുന്നത്. അപ്പോൾ ആ 5 കിലോ സ്വർണം ഏതോ വഴിക്ക് പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത് ചെമ്പാണ് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതാണ്. ഇനി ബാക്കിയുള്ളത് 25 കിലോയാണ്. അത് എവിടെയൊക്കെ ഉപയോഗിച്ചു, എവിടെയൊക്കെ ക്ലാഡിങ്ങിന് ഉപയോഗിച്ചു, എവിടെയൊക്കെ പൂശി? കാരണം ഈ സ്വർണ്ണവർണ്ണത്തിൽ കാണപ്പെട്ട ദ്വാരപാലകർ പൊതിയപ്പെട്ടത് സ്വർണ്ണത്തിലല്ലെങ്കിൽ പിന്നെ അവിടെ സ്വർണ്ണ നിറത്തിൽ നമ്മൾ കാണുന്ന ശ്രീകോവിലിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സ്വർണ്ണമാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം?